ജീവിതത്തിൽ ഒരു കലാകാരന്മാരുടെ ഒരു വലിയൊരു ആഗ്രഹമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു സിനിമ സംഗീതത്തിലേക്ക് എത്തുക എന്നുള്ളത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് ആ നിമിഷം ഒരു പൂർത്തീകരിച്ച ഒരു സമയമാണ്. അതിലെൻ്റെ ജീവിതത്തിൽ എന്നെ ഈ വഴിയിലേക്ക് എത്തിച്ച 3 പേര് ഈ സ്റ്റേജിലുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം എൻ്റെ. കാരണം ആദ്യമായിട്ട് എനിക്കൊരു സംഗീതത്തിലേക്ക് എനിക്ക് വഴി തുറന്നു തന്ന ശ്രീ സെബാസ്റ്റ്യൻ ഇരിപ്പുണ്ട്. ഈ സിനിമയിലേക്ക് എനിക്ക് വഴി തുറന്നു തന്ന മുരളീചേട്ടൻ എൻ്റെ അടുത്തിരിപ്പുണ്ട്. ഒരുപാട് പാട്ടുകൾ ചെയ്ത ശ്രീ ഗോവിൻജി ഇരിപ്പുണ്ട്. എല്ലാ വ്യക്തികളുടെയും മുമ്പിൽ വെച്ച് ഈ ഒരു വേദിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയൊരു കാര്യമാണ്. കൂടാതെ ചിത്രചേച്ചി എന്നോട് പറഞ്ഞ പോലെ തന്നെ മെലഡികളെല്ലാം നമ്മളുടെ സിനിമയിൽ നിന്ന് പതുക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ പഴയ രീതിയിലുള്ള പാട്ടുകൾ ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഞാൻ ചെയ്തത് നിങ്ങൾ ആണ് തീരുമാനിക്കുമ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പഴയ രീതിയിലുള്ള സംഗീതത്തിലേക്ക് തന്നെയാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ ഇതിനകത്ത് 2 പാട്ടുകൾ ദർബാർ കാനഡ എന്നുള്ള രാഗത്തിലും ഒരെണ്ണം മിയാക്കി മൽഹാർ എന്ന രാഗത്തിലുമാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു നാടൻ പാട്ട് ചെയ്തേക്കുന്നത് രാഗം ബേസ് ചെയ്തിട്ടൊന്നുമല്ല, ഒരു അടിപൊളി പാട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഇവിടെ നിന്ന് അധികം സംസാരിക്കാനുള്ള സമയമില്ലാത്തതിൻ്റെ ഒരു പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കാരണം ഇത്രയും നല്ലൊരു വേദി, ഇത്രയും നല്ലൊരു സദസ്സ്, പിന്നെ ഏറ്റവും വലിയ ഗായികയുടെ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കേണ്ടത്, ഇതിൻ്റെ എല്ലാം ഇടയിൽ വെച്ച് ഇങ്ങനൊരു പരിപാടി നടത്താൻ പറ്റിയത് വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.